കേരള യൂണിവേഴ്സിറ്റിയിൽ BSc മാത്തമാറ്റിക്സ് എന്ന കോഴ്സ് എടുക്കുകയാണെങ്കിൽ പഠിക്കേണ്ടി വരുന്ന സബ്ജക്റ്റ്, അതിൻ്റെ സിലബസ് എന്നിവയാണ് നാം ഈ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യം നമുക്ക് ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കേണ്ട സബ്ജക്റ്റ്, അതിൻ്റെ സിലബസ് എന്നിവ നോക്കാം. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ആകെ പഠിക്കേണ്ട സബ്ജക്റ്റുകളുടെ എണ്ണം എന്നത് 6 ആണ്. അവ ഏതാണെന്ന് നോക്കാം. 1. മെത്തേഡ്സ് ഓഫ് മാത്തമാറ്റിക്സ് എന്നു പേരുള്ള കോർ കോഴ്സായിരിക്കും. ഇതിനെ 2 മൊഡ്യൂളുകളായി തിരിച്ചിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ നൽകിയിരിക്കുന്നതാണ് 2 മൊഡ്യൂളുകളിലും പഠിക്കേണ്ട സിലബസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നാം ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഫിസിക്സ് ഒരു കോംപ്ലിമെൻ്ററി കോഴ്സായി പഠിക്കേണ്ടി വരുന്നു. ആ പേപ്പറിൻ്റെ പേരാണ് കാൽക്കുലസ് വിത്ത് ആപ്ലിക്കേഷൻസ് ഇൻ ഫിസിക്സ് വോളിയം 1. മൂന്നാമതായി കോംപ്ലിമെൻ്ററി കോഴ്സായി തന്നെ കെമിസ്ട്രി പഠിക്കാൻ വരുന്നുണ്ട്. ആ പേപ്പറിൻ്റെ പേരാണ് കാൽക്കുലസ് വിത്ത് ആപ്ലിക്കേഷൻ ഇൻ കെമിസ്ട്രി വോളിയം 1. നാലാമതായി പഠിക്കേണ്ടി വരുന്ന സബ്ജക്റ്റാണ് സ്റ്റാറ്റിക്സ്. അതിൻ്റെ പേപ്പറിൻ്റെ പേര് ബേസിക് കാൽക്കുലസ് ഫോർ സ്റ്റാറ്റിക്സ്. അഞ്ചാമതായി പഠിക്കേണ്ടി വരുന്നത് ഒരു ജിയോളജി പേപ്പറാണ്. ജിയോളജി പേപ്പറിൻ്റെ പേര് അൽജിബ്ര, ജോമെട്രി ആൻഡ് ട്രിഗിനോമെട്രി എന്നാണ്. 6. ഒരു എക്കണോമിക്സ് പേപ്പറും പഠിക്കേണ്ടി വരുന്നു. ആ പേപ്പറിൻ്റെ പേര് മാത്തമാറ്റിക്സ് ഫോർ എക്കണോമിക്സ് വോളിയം 1 എന്നാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 6 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കേണ്ടതായി വരുന്നത്. അതിൽ കോർ കോഴ്സിൻ്റെ മാത്രമേ സിലബസ് കാണിച്ചുള്ളൂ. ബാക്കിയുള്ളവയുടെ സിലബസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നാം നോക്കുവാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കേണ്ട വിഷയങ്ങളും അവയുടെ പേപ്പറുകളുടെ പേരുകളുമാണ്. രണ്ടാമത്തെ സെമസ്റ്ററിലും പഠിക്കേണ്ട വിഷയങ്ങളുടെ അഥവാ സബ്ജക്റ്റുകളുടെ ആകെ എണ്ണം എന്നത് 6 ആണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫൗണ്ടേഷൻസ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന കോർ കോഴ്സാണ് ഒന്നാമത്തേത്. ആ പേപ്പറിൻ്റെ ഒരു സിലബസാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സ്ക്രീനിൽ. ഫിസിക്സും ഈ സെമസ്റ്ററിൽ പഠിക്കേണ്ടതായി വരുന്നു. ഈ സെമസ്റ്ററിൽ ഫിസിക്സിൻ്റെ പേപ്പറിൻ്റെ പേരാണ് കാൽക്കുലസ് വിത്ത് ആപ്ലിക്കേഷൻ ഇൻ ഫിസിക്സ് വോളിയം 2. 3. കെമിസ്ട്രി ഇവിടെ പഠിക്കേണ്ടി വരുന്നുണ്ട്. കെമിസ്ട്രി പേപ്പറിൻ്റെ പേര് കാൽക്കുലസ് വിത്ത് ആപ്ലിക്കേഷൻ ഇൻ കെമിസ്ട്രി വോളിയം 2. 4. ഇവിടെ ജിയോളജിയും ഒരു വിഷയമായി വരുന്നുണ്ട്. ആ പേപ്പറിൻ്റെ പേരാണ് കാൽക്കുലസ് വിത്ത് ലീനിയർ ആൽജിബ്ര. ഒന്നാമത്തെ സെമസ്റ്ററിലെ പോലെ തന്നെ സ്റ്റാറ്റിക്സും ഇവിടെ പഠന വിഷയമായി വരുന്നു. ആ പേപ്പറിൻ്റെ പേര് അഡ്വാൻസ് ഡിഫറൻഷ്യൽ ആൻഡ് ഇൻറ്റഗ്രൽ കാൽക്കുലസ്. 6. എക്കണോമിക്സിൻ്റെ പേപ്പറിൻ്റെ പേര് മാത്തമാറ്റിക്സ് ഫോർ ദി എക്കണോമിക്സ് വോളിയം 2. 2ാം വർഷം BSc മാത്തമാറ്റിക്സ് എന്ന ഈ കോഴ്സിന് 2 സെമസ്റ്ററുകൾ തന്നെയാണ് ഉള്ളത്. 3rd സെമസ്റ്ററും 4th സെമസ്റ്ററും. 3rd സെമസ്റ്ററിലും ആകെ പഠിക്കാനുള്ള വിഷയങ്ങളുടെ എണ്ണം എന്നത് 6 ആണ്. ഒരു മെയിൻ പേപ്പറാണ്, അതാണ് എലിമെൻ്ററി നമ്പർ തിയറി ആൻഡ് കാൽക്കുലസ് വോളിയം 1. അതിൻ്റെ സിലബസാണ് ഇവിടെ സ്ക്രീനിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ സെമസ്റ്ററിലും കോംപ്ലിമെൻ്ററി കോഴ്സായി എക്കണോമിക്സ് പഠിക്കണം. പേപ്പറിൻ്റെ പേര് മാത്തമാറ്റിക്സ് ഫോർ എക്കണോമിക്സ് വോളിയം 3. 4 ഇയർ സീരീസ് ന്യൂമറിക്കൽ മെത്തേഡ് ആൻഡ് ODE എന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക് പേപ്പറും ഇവിടെ പഠിക്കേണ്ടതായി വരുന്നു. കോംപ്ലക്സ് നമ്പേഴ്സ്, ആൽജിബ്ര ആൻഡ് കാൽക്കുലസ് എന്ന പേരുള്ള ഒരു ജിയോളജി പേപ്പറും ഇവിടെ പഠിക്കേണ്ടതായി വരുന്നു. ലീനിയർ ആൽജിബ്ര, പ്രോബബിലിറ്റി തിയറി ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന ഒരു കെമിസ്ട്രി പേപ്പറും ഇവിടെ പഠിക്കേണ്ടതായി വരുന്നു. കാൽക്കുലസ് ആൻഡ് ലീനിയർ ആൽജിബ്ര എന്ന ഫിസിക്സ് പേപ്പറും ഇവിടെ പഠിക്കേണ്ടതായി വരുന്നു. 4th സെമസ്റ്ററിൽ പഠിക്കേണ്ടത് 6 വിഷയങ്ങൾ തന്നെയാണ്. എലിമെൻ്ററി നമ്പർ തിയറി ആൻഡ് കാൽക്കുലസ് വോളിയം 2 എന്ന പേപ്പർ ഇവിടെ മെയിനായിട്ട് പഠിക്കേണ്ടി വരുന്നത്. ഇതിൻ്റെ സിലബസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്.
ഇവിടെയും ഫിസിക്സ് പഠിക്കേണ്ടതായി വരുന്നുണ്ട്. ആ പേപ്പറിൻ്റെ പേരാണ് കോംപ്ലക്സ് അനാലിസിസ് സ്പെഷ്യൽ ഫങ്ഷൻ ആൻഡ് പ്രോബബിലിറ്റി തിയറി. മൂന്നാമത്തെ വർഷം 2 സെമസ്റ്ററുകൾ തന്നെയാണ്, 5ഉം 6ഉം. 5ാമത്തെ സെമസ്റ്ററിൽ ആകെ പഠിക്കേണ്ടത് 6 വിഷയങ്ങളാണ്. റിയൽ അനാലിസിസ് വോളിയം 1. ഇവിടെ ഇപ്പോൾ നൽകിയിരിക്കുന്നതാണ് സിലബസ്. ഒരു കാര്യം എടുത്തു പറയാം, ഈ 5ാമത്തെ സെമസ്റ്ററിൽ മെയിൻ വിഷയങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. കോംപ്ലക്സ് അനാലിസിസ് വോളിയം 1. മൂന്ന് അബ്സർട്ട് ആൾജിബ്ര ഗ്രൂപ്പ് തിയറി. ഡിഫറൻഷ്യൽ ഇക്വലേഷൻ. ഒരു പേപ്പർ പ്രോജക്റ്റും 1 ഓപ്പൺ കോഴ്സുമായിരിക്കും. 5ാമത്തെ സെമസ്റ്ററിൽ പഠിക്കേണ്ട വിഷയങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ പറഞ്ഞ ഓരോ പേപ്പറുകളിലായും പഠിക്കുന്നത് മാത്തമാറ്റിക്സ് തന്നെയായിരിക്കും.